തോളിൽ നക്ഷത്രമുള്ള ജോബാണ് വീട്ടുകാർ സ്വപ്നം കണ്ടത്. പക്ഷെ ഇപ്പൊ സ്ക്രീനിലെ നക്ഷത്രമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുക. ഞാനൊരു HR സ്റ്റൈലിൽ ചിലപ്പോൾ പറയും. ഡയറക്ടർ ജീവൻ ചേട്ടൻ പറയും, എടാ നീ ഇപ്പോൾ HR അല്ല, നീ ഇപ്പോൾ സിനിമയിലൊരു നടനാണ്, ഇപ്പം നീ എന്താ വെച്ചാൽ കുറേയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇന്ന് വരെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ചാൻസ് തരപ്പെടുത്തി തരുമെന്ന് ചോദിച്ചില്ല. എനിക്ക് അത്ഭുതമാണ് നിങ്ങൾ നായകനായിട്ട് മുമ്പേ ഇരിക്കും. രാമകൃഷ്ണ പൊതുവാൾ കിരീടത്തിലെ ഒരു ചെറിയൊരു കഥ പോർഷൻ വേണമെങ്കിൽ എൻ്റെ ലൈഫിൽ എടുക്കാം. കാക്കി കുടുംബം. പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനിയും അങ്ങനെ പറയാൻ പറ്റും. അത്രയേറെ വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ മുമ്പിൽ സനീഷ് മേലെപ്പാട്ട്. അദ്ദേഹം ഇനിയും എന്ന സിനിമയിലെ നായകനാണ്. അതിനുമപ്പുറം ഇനിയും മുമ്പൊക്കെ എൻ്റെ സുഹൃത്താണ്. 27 ഫെബ്രുവരി പ്രണയത്തിൻ്റെയും സൗഹൃദങ്ങളുടെയും മാസമാണ്. പ്രണയം അങ്ങ് കട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. സൗഹൃദങ്ങളുടെ മാസമാണ്. ആ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിൽ 27 തിയേറ്ററിലെത്തിയാണ് നായകനായ ആദ്യ ചിത്രത്തിൽ തന്നെ നായകനാവുക. അപൂർവ ഭാഗ്യം. ഒന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുന്നു. കാരണം എന്താ പറയുക, പെട്ടെന്ന് ഞാനൊരു അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് അമരൻ ചേട്ടൻ്റെ കോള്, അങ്ങനെയുള്ള നമ്മൾ സംസാരിക്കാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് അമരൻ ചേട്ടൻ കുറച്ച് ഫോർമൽ ആയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് പ്രിയപ്പെട്ട നമസ്കാരം എന്ന് വന്നു കഴിഞ്ഞാൽ ഫോർമലായി. കാരണം ഇന്ന് വരെ നമ്മുടെ സംസാരം, നമ്മുടെ കോൺവെർസേഷൻ എപ്പോഴും വളരെ ഡിഫറൻ്റ് ആയിരുന്നു. നമ്മൾ എപ്പോഴും ഒരു നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ സഹപ്രവർത്തകരായതുകൊണ്ടായിരിക്കാം വളരെ കാഷ്വൽ ആയിട്ടുള്ള അപ്പം ഞാനിപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, വളരെ ഫോർമലായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നുന്നു. എന്നെ വിളിച്ച് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രൊമോഷൻ്റെ തിരക്കുകളിലായിരുന്നു. ശിവപ്രസാദ് ആയിരുന്നു PR. ശിവപ്രസാദ്, അതെ. ശിവപ്രസാദ് നമ്മുടെ നാട്ടുകാരനാണ്. തിരുവല്ലാമലയാണ് സ്ഥലം. അതെ. അപ്പം അറിയാലോ, എൻ്റെ സ്ഥലം പാലക്കാടാണ്. അപ്പോൾ ശിവപ്രസാദാണ് PR. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു. ആ സമയത്താണ് അമരൻ ചേട്ടൻ്റെ കൂടെ അപ്രതീക്ഷിതമായി വന്നത്. ഇപ്പോൾ എന്ത് തിരക്കാണെങ്കിൽ പോലും അമരൻ ചേട്ടൻ്റെ കൂടെ ഇരിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും വളരെയധികം സന്തോഷം, നന്ദി. അങ്ങനെ ഒരു കോൾ പ്രതീക്ഷിച്ചില്ലല്ലേ? പ്രൊമോഷൻ ഇങ്ങോട്ടാ കോൾ വരാറുള്ളത്. അതെ, കാരണം നമ്മൾ അങ്ങോട്ടാണല്ലോ വിളിക്കുക. അതെ. ഇത് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ നമ്പർ കണ്ടപ്പോൾ ഒന്നുകൂടി നോക്കി, നമ്പർ നീ മാറിയതാണ്. നോക്കുമ്പോൾ അതല്ല, അമരൻ ചേട്ടൻ തന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. അല്ല, വലിയ സന്തോഷം. ഇതിനു വേണ്ടി മാത്രം താങ്കളിവിടെ വന്നു. പിന്നെ എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അറിവിലും താങ്കളുടെ വീട്ടിൽ കാക്കി വേഷമാണ് ബാദർ ധരിച്ചിരുന്നത് അല്ലേ? അല്ലേ, കാക്കിയാണ്. ആ കാക്കി എന്നൊരു കർഷകന്റെ ബനിയായിട്ട് ട്രാക്ടർ ഓടിക്കുന്ന രംഗം ഞാൻ കണ്ടു. അതൊക്കെ പറയാം, കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാം. കഥ സിനിമ എന്ന് പറയുന്ന ആദ്യമേ ഉണ്ടായിരുന്നൊരു ഡ്രീമായിരുന്നു. ചെറുപ്പം മുതലൊരു സിനിമ ഡ്രീമിലായിരുന്നു. പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമുക്ക് പഠിത്തം കഴിഞ്ഞ് നമ്മൾ അടുത്തത് ജോലി, മാക്സിമം പെട്ടെന്ന് നമുക്ക് ജോലിയിൽ കയറുക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം ഉണ്ടായത്. അപ്പോൾ അതും സർക്കാർ ജോലി ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ഡിമാൻഡ് സിനിമ പോലെയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണ് കിട്ടാൻ നല്ല ഡിമാൻഡ് സർക്കാർ ജോലി വഴി. അത് ഞാൻ പറയാം, ഒരു കിരീടത്തിലെ ഒരു ചെറിയൊരു കഥ പോർഷൻ വേണമെങ്കിൽ എൻ്റെ ലൈഫിൽ എടുക്കാം. കാരണം അതേപോലെ എൻ്റെ അച്ഛൻ പോലീസിലെ ഓഫീസറായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ പോലീസിലെ ഓഫീസറായിരുന്നു. അച്ഛൻ്റെ ബ്രദറിലോ ഫോറസ്റ്റിലാണ്. കാക്കി കുടുംബം. എൻ്റെ ബ്രദറിലോ എക്സൈസിലാണ്. മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ യൂണിഫോം ജോബാണ്. അപ്പോൾ അവർ ആ ഒരു യൂണിഫോം ജോബിൽ സെറ്റിൽഡ്. അപ്പോൾ അച്ഛനെ ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു യൂണിഫോം ജോബിൽ പോകണമെന്നായിരുന്നു. പക്ഷേ ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തു. അതിൽ തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛനത് സന്തോഷം തന്നെയാണ്. പക്ഷേ സിനിമാ മോഹമൊക്കെ ആ സമയത്ത് അപ്പോൾ കുറേ നടന്നു. നമ്മൾ 1-2 സ്ഥലത്തൊക്കെ സിനിമയായിട്ട് നടന്നു. പക്ഷേ അന്നൊന്നും നടന്നില്ല. ഒരു അത്ഭുതം പറയട്ടെ, ഞാൻ ഇത്രയും സിനിമാ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് നമ്മൾ പരസ്പരം കണ്ടുപിട്ടിട്ടും ഇന്ന് വരെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ചാൻസ് തരപ്പെടുത്തി തരുമെന്ന് ചോദിച്ചില്ല. എനിക്ക് അത്ഭുതമാണ് നിങ്ങൾ നായകനായിട്ട് മുമ്പേ ഇരിക്കും. അങ്ങനെ ചോദിക്കുന്നതാണ് സത്യം. സിനിമ സ്വപ്നവും ജോലി ഉത്തരവാദിത്തമായി മാറി. മനസ്സിലായി. നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ നമ്മൾ എൻ്റെ HR മേഖലയിലാണ് ഞാൻ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. നമ്മൾ സംസാരിക്കുന്നു, ഒരു HR ആയിട്ട് ഞാൻ സംസാരിക്കുന്നു, അവിടുത്തെ ഒരു പ്രൊഡ്യൂസറായിട്ട് എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ അതിന് പുറമെ പിന്നെ നമ്മൾ കാഷ്വലായിട്ട് വളരെയധികം അടുത്തു അല്ലേ? തീർച്ചയായും. പിന്നെ നമ്മൾ ആ സിനിമയെ പറ്റി എനിക്ക് ആ ഒരു പ്രൊഫൈൽ ഇരുന്നുകൊണ്ട് അമരൻ ചേട്ടനോട് സിനിമയിൽ ചാൻസ് തരുമെന്ന് ചോദിക്കാൻ വഴി തുറന്നു തരാൻ പോലും ആരും ചെന്ന് കാണണമെന്ന് പോലും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം എൻ്റെ മുമ്പാണ് നായകനായിട്ട് വന്നിരിക്കുന്നത്. അതെ, അത് പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന ചില സൗഭാഗ്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ കാണണം. കൺകൾ രണ്ടും പാർത്തതിல்லை ഇതുവരെ, കൺകൾ രണ്ടും പേസവിல்லை ഇതുവരെ, യാരിവൾ தெரியாது ഇതുവരെ, ഊർ പേരും தெரியாது. ഇനി സിനിമയെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റൊരു നിമിത്തം കൂടെയുള്ള, എൻ്റെ കൂടെ ഒരു കാലത്ത് സ്ഥിരജോലി ഇല്ലായിരുന്നപ്പം തിരുവനന്തപുരത്തൂടെ അലിഞ്ഞു നടന്ന സുഹൃത്തുക്കളിൽ സിനിമാ പ്രേമിയായ ജീവയാണ് ഇതിൻ്റെ സംവിധായകൻ, സുധീറാണ് പ്രൊഡ്യൂസർ. രണ്ടുപേരെ കുറിച്ചൊന്ന് പറയാമോ? സിനിമയുടെ പിന്നണിയിലുള്ളത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ രണ്ടുപേരും സത്യം പറഞ്ഞാൽ വളരെ വളരെ ക്വയറ്റൻ, അതായത് ഹംബിൾ ആൻഡ് ക്വയറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പുതിയൊരാളാണ് നായകനായിട്ട് നമ്മൾ ചെല്ലുന്നു. ഒരിക്കലും നമ്മളോട് അത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള ഒരു അവഗണനയോ ഒന്നുമില്ല. പരമാവധി നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാനാണ് കുറച്ച് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും പറയും അവരോട്. ഞാനൊരു HR സ്റ്റൈലിൽ ചിലപ്പോൾ ചിലപ്പോൾ പറയും. അപ്പം എന്നോട് ഡയറക്ടർ ജീവൻ ചേട്ടൻ പറയും, എടാ നീ ഇപ്പോൾ HR അല്ല,
നീ ഇപ്പോൾ സിനിമയിലൊരു നടനാണ്, അപ്പോൾ നീ എന്താ വെച്ചാൽ കുറേയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ എന്നോട് പറയും. അപ്പോൾ നമ്മളെ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല ആളുകളാണ്. പ്രൊഡ്യൂസർ തൃശ്ശൂരാണ് ബേസ്. അപ്പോൾ ഈ കഥ എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റില്ല, ഇദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിനെ സംബന്ധിക്കുന്ന, ഫാമിലിയെ സംബന്ധിക്കുന്ന സ്ട്രോങ് ഇമോഷൻസ് കൊണ്ടുവരുന്ന ഒരു കഥയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ സിനിമയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറേ ഓർമ്മക്കുറിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതും പിന്നെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കുറേ ഇൻപുട്സ് ഒക്കെ വെച്ച് അത് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് പിന്നീട് സിനിമയാവാണ് ചെയ്തത്. രണ്ടാമത്തെ സിനിമയാണോ അല്ലേ? ജീവിയുടെ 3 സിനിമ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നാലാമത്തെ സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ നമുക്ക് ഒരു അവസരം കിട്ടി അപ്രതീക്ഷിതമായിട്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് അത് നടന്നില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായി നമ്മുടെ ലൈഫ്, ഇപ്പോൾ അപരചേട്ടൻ എന്നെ വിളിച്ച പോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന ഒരു സംഭവം. അപ്പോൾ പലപ്പോഴും ഞാൻ ആ സമയത്ത് ആലോചിച്ചു കേട്ടോ, ഇത് ഇനി തുടരണോ, അങ്ങനെ സിനിമയിൽ നമ്മൾ ഇനി പോകണോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ പലതവണ അതൊന്ന് സ്കിപ്പ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ ഈ സിനിമ എനിക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പല ആളുകളും എന്നോട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട് അതിൽ പോകണ്ടേ ചോദിച്ച സമയത്ത്. പക്ഷേ ഫൈനലി ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് എടുത്ത് അത് ചെയ്യാം, അതിലോട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കാനുള്ള കാരണം. സനീഷ് ഭായി ജോയിൻ ചെയ്യുന്ന ആ ദിവസം ജീവ എന്നെ വിളിക്കുന്നു. അതെ, എടോ അമര തൃശ്ശൂരുള്ള സാങ്ങിലെ, എടോ അമര നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. എത്രയോ കാലമായിട്ട് സിനിമയുടെ മോഹമായിട്ട് നടക്കുന്ന ആളാണ്. 3 പടങ്ങളിൽ ഒരു പടത്തിന്റെ ഇന്റർവ്യൂ ഞാൻ ചെന്ന് എടുത്തിട്ടുണ്ട്. അറിയാം, വർഷങ്ങളായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള ബന്ധമോ ആത്മബന്ധമാണ് ഞങ്ങൾക്കൊന്ന്. എനിക്കൊന്നും സിനിമാ മോഹമില്ല. അത്യാവശ്യം സ്വന്തം പ്രസിദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് പരിചയപ്പെട്ട ആളാണ്. സിനിമാ പേജ് ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അനീഷ് ജെ കരനാട്, നമ്മുടെ ജസ്റ്റ്മെന്റിലെ താരം നടത്തിയിരുന്ന മിനി സ്ക്രീനിലൊക്കെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അന്നേ സിനിമ മോഹം. അപ്പോൾ 4 പടങ്ങൾ ചെയ്തു. അതിലൊരു പടത്തിൽ ഏറ്റവും അടുപ്പമുള്ള താങ്കൾ നായകനാകും എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. ഒരു കാര്യം കൂടി, തോളിൽ നക്ഷത്രമുള്ള ജോബാണ് വീട്ടുകാർ സ്വപ്നം കണ്ടത്. പക്ഷേ ഇപ്പോൾ സ്ക്രീനിലെ നക്ഷത്രമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏഷ്യാനെറ്റിലെ സഹപ്രവർത്തകരാണ് കൂടെ വന്നിരിക്കുന്നത്. വിമലേട്ടൻ, രാജേഷ് തിലങ്കേച്ചേട്ടൻ. ഏഷ്യാനെറ്റ് ഞാൻ പറയുന്നില്ല, എന്നാലും നമ്മുടെ തറവാട്ട് ബന്ധം വെച്ചിട്ട് ഏഷ്യാനെറ്റിലായിരുന്നു എന്റെയും അമരചേട്ടന്റെയും സഹപ്രവർത്തകർ. ശൈലേഷ് ബാബു, ഇവരൊക്കെ ഏഷ്യാനിലെ എനിക്ക് മുമ്പേ ഉള്ള സീനിയർ. അപ്പൊ ഞാൻ പറയുമ്പോൾ അനുദിനം തുടരുന്ന ആത്മബന്ധം, അതാണ് അവർക്കും നമുക്കും അറിയാവുന്ന ഏഷ്യാന്റെ പരസ്യവാചകം. ഞാൻ അല്പം മാറ്റി പിടിക്കണം. ഇനിയും തുടരട്ടെ ഈ ആത്മബന്ധം. താങ്ക് യു സോ മച്ച്. ഇനിയും തിയേറ്ററിൽ പോയി കാണുക. എല്ലാ